ചിങ്കാൻമയുടെ ഇന്നത്തെ വീഡിയോയിലേ നല്ലൊരു ഫ്രൈ ചെയ്തിട്ടുള്ള വറ്റ മസാലയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഫിഷിൻ്റെ മസാല റെസിപ്പിയാണ്. മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ കപ്പി ഉണ്ടല്ലോ, അതുപോലെ ചപ്പാത്തി, പിന്നെ പൊറോട്ട ഉണ്ടെങ്കിൽ അത് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മസാല റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ദേ വറ്റ നമ്മൾ നല്ലോണം ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ദേ ഇതിനെ നല്ലപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. അപ്പോൾ കുറച്ച് ആഴത്തിൽ തന്നെ ഒന്ന് വരഞ്ഞോ, കാരണം ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിക്കണം. ഇനി ദേ ഇതിലേക്ക് ആദ്യം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദേ കുറച്ച് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇതേ കുറച്ച് വെള്ളം ഒന്ന് ചാലിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മീനുമ്മേ നല്ല പോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ആ വരഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ വയറുഭാഗം അവിടേക്കൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ അതേ സവാളയും തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് തന്നെ രണ്ട് ഭാഗവും നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പില അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മീൻ നല്ലൊരു സ്മെല്ല് കിട്ടും ആ കറിവേപ്പിലയും കൂടി ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു പാനിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ, അധികം ഒന്നും ഇടണ്ട, ഒരു ഇത്തിരി ഇട്ടാൽ മതി. അതുപോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടിയൊക്കെ വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. പിന്നെ അതേ ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ടി വരാനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവോള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ കളറായിട്ട് ഇതേ രീതിയിൽ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇതേ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നൈസായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളി ഒന്ന് ചേർത്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ആ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അത് നല്ല പോലെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് ഒന്നും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊരു ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള മീനുണ്ടല്ലോ അത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി ആ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഗ്രേവി ഇല്ലേ, ആ മസാല, അതൊന്ന് അതിൻ്റെ ഫിഷിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ കുറച്ച് തേങ്ങാപ്പാൽ അതിൻ്റെ മുകളിലേക്കും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ഫ്രൈഡ് വറ്റ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ മീനൊക്കെ വാങ്ങിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റിയുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. നോക്കിയാൽ നമ്മുടെ വറ്റ മസാല ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫിഷ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി ഇഷ്ടപ്പെട്ട
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.